സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളായിരുന്നു പഠിച്ചത്. എഫേസ്യ ലേഖനം എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് നാം പഠിച്ചു. അതിൻ്റെ 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ ഉപദേശകരമായ കാര്യങ്ങളാണ്, ഡോക്ട്രിൻസ് ആണ്. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ നാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും പഠിച്ചത് 3-ാം വാക്യമായിരുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്താണെന്ന് നാം പഠിച്ചു. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അത് നമ്മൾ പഠിച്ചു. ആ ആത്മീക അനുഗ്രഹത്തിന്റെ അല്ലെ അനുഗ്രഹങ്ങളുടെ ഒക്കെയും ഉറവിടം സോഴ്സ് ദൈവമാണെന്ന് പഠിച്ചു. അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണെന്ന് പഠിച്ചു. അത് ക്രിസ്തുവിലുള്ള എല്ലാവർക്കും പ്രാപ്യമാണ് എന്ന് നാം പഠിച്ചു. ആ അനുഗ്രഹം എങ്ങനെയുള്ളതാണ്? ആ അനുഗ്രഹം സ്വർഗീയമാണ്. അത് എവിടുത്തെ അനുഗ്രഹങ്ങളാണ്? അതിന്റെ ലൊക്കേഷൻ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാണ്, സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹമാണ്. അത് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് മുതൽ നമ്മെ തേജസ്കരിക്കുന്നവരെ ഉള്ള എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിൽ, എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിലാണ്. അതിനു വേണ്ടിയല്ല നമ്മളെ തിരഞ്ഞെടുത്തത് മുതൽ നമ്മെ തേജസ്കരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നതുമെല്ലാം ദൈവം തന്നെയാണ്. അതിനുള്ള അനുഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എൻ്റെതായ ഒരു അനുമാനം അതൊരു പാക്കേജ് ആയതുകൊണ്ടായിരിക്കാം ദൈവം അതിന് അവിടെ അപ്പോസ്തലൻ ദൈവാത്മാവിനെ എഴുതി വെച്ച സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന് എഴുതി വെച്ചിട്ട്, അപ്പൊ അത് ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമാണ്. നമ്മൾ ഇന്ന് 4-ാം വാക്യത്തിലേക്ക് പോകാം. 4-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. വായിച്ചു കേട്ടതാണല്ലോ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. 4-5-6 വാക്യങ്ങൾ ഒരുമിച്ചുള്ളത് കണ്ടാണ് ഞാൻ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് നാം പഠിക്കുന്നത് ദൈവിക തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളില് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ ആ പദ്ധതികളെ കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലൻ അത് വിശദീകരിച്ചിരിക്കുകയാണ്. അത് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചർ പ്ലാനും പറഞ്ഞിരിക്കുന്നു. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 6ന്റെ ആദ്യ ഭാഗം വരെ പാസ്റ്റ് ആണ്. അത് നമ്മുടെ ഇലക്ഷൻ, അത് നമ്മുടെ തെരഞ്ഞെടുപ്പ്, ദൈവം നമ്മെ എങ്ങനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. 6ന്റെ 2-ാം ഭാഗം, അല്ലെങ്കിൽ 6ന്റെ ബിയിൽ മുതൽ 11-ാമത്തെ വിപാട്ട് മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഈ പ്രസന്റ്, നമ്മെ ഈ കാലത്ത് ദൈവം നമ്മളെ വീണ്ടെടുത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഫ്യൂച്ചർ ആണ്. അത് നമ്മുടെ അനന്തരാവകാശം ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. 1-ന്റെ 3 മുതൽ 6ന്റെ ഫസ്റ്റ് പാർട്ട് വരെ പാസ്റ്റ്, അത് ഇലക്ഷൻ ആണ്. 6ന്റെ സെക്കൻഡ് പാർട്ട് മുതൽ 11 വരെ പ്രസന്റ്, നമ്മുടെ റിഡംഷൻ അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ്. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഫ്യൂച്ചർ, നമ്മുടെ ഇൻഹെറിറ്റൻസ്, നമുക്ക് ക്രിസ്തുവിൽ വരാനിരിക്കുന്ന അനുഗ്രഹം അല്ലെ തേജസ്കരണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് തൃത്വത്തിലെ 3 ആളത്വങ്ങളെയും ഈ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അവരുടെ 3 ദൈവം നല്ല 3 പേഴ്സൺസിന്റെയും പങ്ക് ഈ രക്ഷയിൽ, അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിൽ എങ്ങനെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പങ്ക് എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പിതാവിന്റെയും 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പുത്രന്റെയും, അതുപോലെ തന്നെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പിതാവിന്റെയും പങ്ക് പരിശുദ്ധാത്മാവിന്റെയും പങ്ക് പറഞ്ഞിരിക്കുന്നു.
3 മുതൽ 6 വരെ പിതാവ്, 7 മുതൽ 12 വരെ പുത്രൻ, 13 മുതൽ 16 വരെ പരിശുദ്ധാത്മാവിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ എംഫസിസ് ചെയ്തിരിക്കുന്നു. ഞാൻ വളരെ സ്ലോ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. കാരണം നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പിന്റെ പ്ലാനിനെ കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. ഡോക്ട്രിൻ ഓഫ് ഇലക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ ഉപദേശത്തെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും നമുക്ക് എല്ലാവർക്കും എല്ലാ കാലത്തും സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ എപ്പോഴും പറയും, പക്ഷെ എങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണം. കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന, വളരെ നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. എഴുതിയെടുക്കാവുന്നവർ, എനിക്കറിയാം എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ട്, എഴുതിയെടുക്കുന്നവർ എഴുതിയെടുക്കുക. അതുകൊണ്ട് എഴുതിയെടുക്കാൻ രീതിയിൽ തന്നെ ഞാൻ പതിയെ പറയാനായിട്ട് ശ്രമിക്കാം. നമുക്ക് പോകാം. കാരണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ്. നമ്മൾ രക്ഷയിലേക്ക് വന്നു, അത്രേ ഉള്ളൂ. നാം വിശ്വസിച്ചു, അതൊക്കെ അങ്ങനെയാണ് നാം വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പലപ്പോഴും കാണുന്നത്. പക്ഷെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് നാം എത്രത്തോളം ദൈവത്തിന് നമ്മുടെ രക്ഷയെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കണമെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ്. ദൈവം നമ്മെ രക്ഷിച്ചു, പക്ഷെ എത്രത്തോളം, എവിടെ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചു, എങ്ങനെയാണ് ദൈവം അതിന്റെ പ്ലാൻ ഉണ്ടാക്കിയത്, അതെങ്ങനെയാണ് ആ പ്ലാൻ ദൈവം നടപ്പാക്കിയത്. 1-2 വർഷങ്ങൾ കൊണ്ടൊന്നും നടത്തിയ പരിപാടിയൊന്നും അല്ല ഇത്. കാലങ്ങളായി, യുഗായുഗങ്ങളായി, ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് തന്നെ, മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം തുടങ്ങിയ, ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാനാണ് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുക എന്നുള്ളത്. നമ്മൾ ഓരോ സമയത്തും ദൈവം നമ്മളെ വിളിച്ച് നമ്മെ മക്കളാക്കി തീർത്തപ്പോൾ നമ്മൾ വിചാരിക്കും അന്നേരം ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു. അല്ല, നമ്മെക്കുറിച്ച് കാലങ്ങൾക്ക് മുമ്പേ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മെക്കുറിച്ച് എന്ന് പറയുമ്പോൾ എന്നെ കുറിച്ച്, നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച്, അത് നാം മനസ്സിലാക്കണം. ഓക്കെ, തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഉപദേശം, അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഇലക്ഷൻ എന്ന് നമുക്ക് തിരുവഴുത്തിലുടനീളം കാണുവാനായിട്ട് കഴിയും. ദൈവം എപ്പോഴും തനിക്ക് വേണ്ടി ഒരു ജനതയെ, അല്ലെങ്കിൽ എങ്ങനെ പറയാ, ഏത് കാലത്തിലും, എത്ര വഷളായി നടക്കുന്ന കാലത്തിലും ദൈവത്തിനൊരു ശേഷിപ്പ് എപ്പോഴും ഉണ്ട്. നാം പറയും, നാം ഈ ജീവിക്കുന്ന കാലം വളരെ മോശകരമായ ഒരു കാലം, ശരിയാണ്. എങ്കിൽ തന്നെയും അതിൻ്റെയൊക്കെ നടുവിലും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. നമുക്കും ആ ശേഷിപ്പിന്റെ ഭാഗമാകുവാൻ ദൈവം കൃപ തന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ദൈവം നമ്മെ എങ്ങനെ തെരഞ്ഞെടുത്തു, നാം ആരായിരുന്നു, നാം എന്തെങ്കിലും ദൈവത്തിന് ചെയ്തുകൊണ്ടാണോ ദൈവം തെരഞ്ഞെടുത്തത്, ഒരിക്കലുമല്ല നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ നമുക്ക് ഒന്നിലും പുകഴുവാനോ പ്രശംസിപ്പാനോ ഇല്ല, ദൈവത്തിന് മാത്രം സ്തോത്രം പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ തിരഞ്ഞെടുപ്പിന്റെ ഉപദേശം പുതിയ നിയമത്തിലാണേലും പഴയ നിയമത്തിലായാലും നമുക്ക് ഉടനീളം ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിലെ 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ടോപ്പിക്ക് തന്നെയാണ്. ഓക്കെ, ആവർത്തന പുസ്തകം 7:6. വളരെ പതിയെ പോകത്തുള്ളൂ, എടുക്കുന്നവർ എടുക്കുകയാണ്, അതായിരിക്കും ഇച്ചിരൂടെ നല്ലത്. ആവർത്തന പുസ്തകം 7:6. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം ദൈവം ഇസ്രയേൽ ജനതയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയാ തെരഞ്ഞെടുത്തത്? ഒരു വിശുദ്ധ ജനമാകേണ്ടതിന് വേണ്ടി. നാം അവിടെ ഇസ്രയേൽ ജനതയെ തെരഞ്ഞെടുത്തു, ഒരു വിശുദ്ധ ജനമാകേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ, എന്തിനാണ് ദൈവം ഇസ്രയേൽ ജനതയെ തിരഞ്ഞെടുത്തത്? വേറെ ഒരു ജാതികളും ഒന്നും ഇല്ലായിരുന്നോ അന്ന്? വേറൊരു ജനത ഇല്ലായിരുന്നോ? ഇല്ല. ദൈവത്തിന് അതിനെ തിരഞ്ഞെടുക്കേണ്ട ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയുടെ ഭാഗമായിരുന്നു. കാരണം
ഏതു മനുഷ്യനും പാപം ചെയ്ത് ആദമിന്റെ പാപത്താൽ എല്ലാവരും ദൈവതയെ നഷ്ടപ്പെട്ട് എല്ലാവരും പാപികളായി തീർന്നപ്പോൾ ദൈവത്തിന്റെ മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പെയുള്ള പ്ലാൻ ആയിരുന്നു തന്റെ പുത്രനെ ഈ ജാതികളുടെ, ഈ പാപികളുടെ ഒക്കെയും, ഈ പാപികളെ തരുന്ന മനുഷ്യരുടെ ഒക്കെയും രക്ഷയ്ക്കായി തന്റെ പുത്രനെ അയക്കുക എന്നുള്ളത്. തന്റെ പുത്രനെ വെറുതെ അയക്കുകയായിരുന്നില്ല ചെയ്തത്, ദൈവമായിട്ട് ഇങ്ങനെ അയക്കുകയായിരുന്നില്ല ചെയ്തത്. ദൈവത്തിന്റെ പുത്രനെ ഒരു സ്ത്രീയുടെ സന്തതിയായി ജനിപ്പിച്ച് ഈ ലോകത്തിലേക്ക് അയക്കുക എന്നതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് അതിനു വേണ്ടി ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതുൾപ്പെട്ട ഒരു കുലത്തെ തിരഞ്ഞെടുക്കണമായിരുന്നു. ആ സകല ജാതികളുടെ ഇടയിൽ നിന്ന് അതിനു വേണ്ടി ദൈവം ഇസ്രായേൽ എന്ന ജനത്തെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എബ്രായരെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ യഹൂദരെ തിരഞ്ഞെടുത്തു. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുക്കുവാനായിട്ട് കാരണമായിരുന്നു. അല്ലാതെ അവരുടെ പ്രശംസി നമുക്ക് താഴോട്ട് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകും, അവരുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടോ അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടോ ദൈവം തിരഞ്ഞെടുത്തതല്ല. ഇത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. നമ്മൾ പറയും യഹൂദന്മാര് വലിയവരാണ് എന്നൊക്കെ, പക്ഷെ അത് എന്തുകൊണ്ടാണ്? ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ് അവരൊരു ശ്രേഷ്ഠ ജാതിയായി തീർന്നത്. നാം ദൈവം നമ്മെ തിരഞ്ഞെടുക്കുവാൻ ഇടയായത് കൊണ്ടാണ് നാം ദൈവമക്കളായി തീർന്നത്. അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് ദൈവമക്കളാകുവാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഇവിടെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകേണ്ടതിന്, വിശുദ്ധ ജനം, വിശുദ്ധ സന്തതിയെ ജനിപ്പിക്കണം. അതുകൊണ്ടൊരു വിശുദ്ധ ജനമാകണം. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച്, അവരും ജാതി ആയിരുന്നല്ലോ, ആരിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കണം ദൈവം തിരഞ്ഞെടുത്തതിന് വേണ്ടിയിട്ട്, തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കേണ്ടതിന് വേണ്ടിയിട്ട്, അല്ലാതെ അവര് ആരുമായിരുന്നിട്ടല്ല. യെശയ്യാവ് 45:4. യെശയ്യാവ് 45:4. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേർ വിളിച്ചിരിക്കുന്നു. അപ്പം ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുത്തു. ജനതയിലൂടെ അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രഹാം ദൈവത്തിന് സ്വന്തമൊന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ പ്രിയപുത്രനൊന്നും ആയിരുന്നില്ല. പക്ഷേ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ സന്തതിയായിട്ടാണ് ക്രിസ്തു വരേണ്ടത്. അപ്പൊ ഇസ്രായേൽ ജനം ദൈവം തിരഞ്ഞെടുത്തെങ്കിലും പലപ്പോഴും ദൈവത്തെ വിട്ട് മാറിപ്പോയി. പ്രവാചകന്മാരിലൂടെ ദൈവം ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു, എങ്കിലേക്ക് തിരിഞ്ഞു വാ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാണ്. പക്ഷെ എപ്പോഴും ദൈവത്തെ തിരസ്കരിച്ചു കഴിയുന്ന ഒരു ജനം. അപ്പൊ യെശയ്യാവ് പറയുകയാണ്, എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. അപ്പം അബ്രഹാമിലൂടെ യാക്കോബിനെയും അത് നിമിത്തമാണ് നിന്നെ തിരഞ്ഞെടുത്തത്, അല്ലേ? അതുകൊണ്ടാണ്, അല്ലാതെ നീ ഇത്രയും പോയിട്ടും നിന്നെ വീണ്ടും വീണ്ടും വിളിച്ച് എന്റെ അടുക്കലേക്ക് ഞാൻ വരാൻ ഇത്രത്തോളം നിന്നെ വിളിക്കുന്നതിന് കാരണം നീ നിമിത്തമല്ല, അല്ലെങ്കിൽ ആ ജനത നിമിത്തമല്ല, ഞാൻ തിരഞ്ഞെടുത്തവൻ നിമിത്തമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കഴിയുമ്പോൾ നമ്മളിവിടെ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വായിക്കുന്നുണ്ട്, നമ്മൾ അവിടെ പഠിച്ചത് ദൈവത്തിന്റെ ഇഷ്ടമാണ് ദൈവം തിരഞ്ഞെടുക്കുക എന്നുള്ളത്, അല്ലേ? അതാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഓക്കെ, യോഹന്നാൻ 6:44 എന്ന് വായിച്ചു നോക്കാം. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരുവാൻ കഴിയുകയില്ല, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ വരുന്നു. അപ്പം പിതാവ് ആകർഷിക്കപ്പെട്ടവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവർ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരാണ്. പഴയ നിയമത്തിൽ പറഞ്ഞു പിതാവ് തിരഞ്ഞെടുത്തു, ദൈവം തിരഞ്ഞെടുത്തു. പുതിയ നിയമത്തിലും അത് തന്നെയാണ് പറയുന്നത്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. നമ്മൾ ഇതെല്ലാം വായിച്ചു വിടുന്ന വാക്യങ്ങളാണ്. പിന്നെ നമുക്ക് ആവർത്തന പുസ്തകം 7:7 പോകാം. അപ്പം എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞ പിതാവ് ആകർഷിച്ചത് കൊണ്ട്, അപ്പം പഴയ നിയമത്തിലാണെങ്കിലും പിതാവ് ആകർഷിച്ചത് കൊണ്ട്. ഇസ്രായേലിനോട് പറയുന്നുണ്ട് 7:7, ആവർത്തന പുസ്തകം 7:7, നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും
കുറഞ്ഞവരല്ലോ. അപ്പൊ അന്ന് ജീവിച്ചിരുന്ന സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരായിട്ടല്ല ഇസ്രയേലിനെ ദൈവം തെരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ അവരുടെ മികവ് കൊണ്ടോ അവരുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല അവരെ തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ ആ കൃപയും കരുണയും കൊണ്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. അവരോട് പറയാം, നിങ്ങൾ സകല ജാതികളെക്കാളും കുറവുള്ളവരല്ലോ. ആ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വെച്ച് നോക്കിയാല്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ? നാം മറ്റുള്ളവരെക്കാളും വലുതായോണ്ടാണോ? നമുക്ക് സമ്പത്ത് ഉണ്ടായത് കൊണ്ടാണോ? നമുക്ക് കുലമഹിമ ഉണ്ടായത് കൊണ്ടാണോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം അല്ലേ? ആ പണം ഉണ്ടായത് കൊണ്ടല്ല, നമ്മുടെ സൗന്ദര്യം കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടും ഒന്നുമല്ല. നമ്മൾ എപ്പോഴും പറയും നമ്മുടെ കഴിവ് കൊണ്ടും മിടുക്ക് കൊണ്ടോ അല്ലെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ഒന്നുമല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ ആ പ്രത്യേക തിരഞ്ഞെടുപ്പിൻ പ്ലാൻ പ്രകാരം ആണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അപ്പം മുമ്പേ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ദൈവീക തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് പല തർക്കങ്ങൾക്കും പല കൺഫ്യൂഷൻസിനും ഇടയായി തീർന്നിട്ടുണ്ട്. കാൽവിനിസം, അർമേനിയസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചരിത്രത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയും. അപ്പം പക്ഷെ നമ്മൾ ഒരു ദിവസത്തിലേക്കും പോകണ്ട. നമ്മൾ പഠിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പൊ ഇത്രത്തോളം വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ള എല്ലാ ദൈവ മക്കൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുത്തത് ആരാണ്? ദൈവമാണ് തെരഞ്ഞെടുത്തത്. എല്ലാ വാക്യങ്ങളിൽ നാം പറയുന്നത് നമ്മളുടെ ഒരു പ്രവൃത്തി അല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് ചെയ്യും മുമ്പേ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ പ്രാപ്തി ഷെർലി ആന്റി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നമുക്ക് എന്തെങ്കിലും താങ്ക് യു. നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നതിന് മുൻപേ നമ്മള് റബേക്കയോട് ദൈവം റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, കുട്ടികൾ ജനിക്കുകയോ കുട്ടികൾ ജനിക്കുകയോ ഗുണമാകുകയോ ചെയ്യുന്നതിന് മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തമത്രേ എന്ന് വരേണ്ടതിന് അവൻ യാക്കോബിനെ തിരഞ്ഞെടുത്തു എന്ന് റബേക്കയോട് തിരുവഴുത്തിൽ അരുളിച്ചെയ്തിരിക്കുന്നു എന്ന് അവളോട് പറഞ്ഞുവല്ലോ എന്ന് എഴുതിയോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ അത് വായിക്കും. അപ്പൊ എന്തെങ്കിലും നാം ചെയ്യുന്നത് അവിടെ കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ. അപ്പം കുഞ്ഞുങ്ങൾ വെളിയിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പേ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ എന്തോ ചെയ്തു? റബേക്കയോട് പറഞ്ഞു, ഞാൻ യാക്കോബിനെ തിരഞ്ഞെടുത്ത് യേശാവിനെ ഞാൻ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരെന്തെങ്കിലും ചെയ്തിട്ടാണോ? ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തമത്രേ എന്ന് വരേണ്ടതിന് അത് ഹൃദയത്തിൽ ഉറച്ചിരിക്കണം. അപ്പൊ ഇത് ദൈവം നമ്മെയും തിരഞ്ഞെടുത്തത് കൊണ്ടല്ല, നമ്മെ തിരഞ്ഞെടുത്ത നാം നല്ലവരായതുകൊണ്ടല്ല, പക്ഷെ നാം നല്ലവർ ആകേണ്ടതിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അപ്പൊ ഇത് എപ്പോഴും വായിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന് ശരിയായ ഒരു എന്തുകൊണ്ടാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് പറയാനൊക്കെയില്ല. കാരണം നമ്മുടെ ബുദ്ധിക്ക് പുറത്തുള്ള കാര്യമാണ് അത്. മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. പക്ഷെ നമുക്ക് ഒന്ന് മാത്രം പറയുവാൻ കഴിയും, ദൈവമേ നീ എന്നെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. അത് മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പറഞ്ഞു തീരാത്ത ദാനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. അപ്പം എന്നാലും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്നത് ദൈവം ആണ് ചെയ്യുന്നതെങ്കിലും നമ്മൾക്കും അതില് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്കും ഒരു പാർട്ടുണ്ട്. ദൈവത്തിന്റെ അധികാരത്തിലാണ്, ഡിവൈൻ സോവർണിറ്റി, ദൈവത്തിന്റെ പരമാധികാരമാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. എങ്കിലും മനുഷ്യനും ഒരു പങ്കുണ്ട്, ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. അപ്പം ഡിവൈൻ സോവർണിറ്റി ആൻഡ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഗോ ടുഗദർ, സെപ്പറേറ്റ് ആയിട്ട് അതിനകത്ത് ഒരു കാര്യമില്ല. പക്ഷെ നമുക്ക് ഏത് ഒരു കാര്യം പറയുമ്പോൾ അത് ദൈവം ഏത് നിമിഷത്തിലാണ് ദൈവത്തിന്റെ പരമാധികാരവും ഏത് നിമിഷത്തിലാണ് നമ്മളുടെ ആ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനേ ഒക്കത്തില്ല.
അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യമാണ്. ഞാൻ ഇത്രയും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടല്ലോ. ഇത് ദൈവത്തിന്റെ ഫുൾ സോവർണിറ്റിയാണ്, ദൈവം തെരഞ്ഞെടുക്കുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും മനുഷ്യൻ അതിൽ ദൈവം ഒരു റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പം God's sovereignty and human responsibility goes together. Okay. ഇനി നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 13:48 ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13:48. ഇവിടെ പറയുന്നു, ജാതികൾ ഇത് കേട്ടു സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അവിടെ എന്താ പറയുന്നത്? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു. അപ്പം ഒരു വാക്യം കൂടെ വായിച്ചു പോകാൻ, 2 വാക്യം കൂടെ. 2 തെസ്സലോനിക്കർ 2:13. ഈ വാക്യങ്ങളൊക്കെ വായിക്കും നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട്. ഞാൻ പറയുന്നതിന് അതീതമായി വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇത് രണ്ടും എവിടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ 2 തെസ്സലോനിക്കർ 2:13 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ദൈവം മനുഷ്യനെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വായിക്കാം. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം. അപ്പം രക്ഷയ്ക്കായാണ് ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്തത്. 1 പത്രോസ് 1:2 ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവർ വൃതന്മാരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ. വായിക്കാം. 1 പത്രോസ് 1:2. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ തളിക്കപ്പെടുവാനായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. അപ്പം കർത്താവിന്റെ മുന്നറിവിനൊത്തവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവർ വൃതന്മാരാണ്, വിശുദ്ധന്മാരാണ് എന്നവിടെ പറയുന്നത്. നമുക്ക് അവിടെ പറയുമ്പോഴേ തിരഞ്ഞെടുക്കപ്പെട്ട വൃതന്മാരാണ്. അങ്ങനെ നമ്മൾക്ക് സുവിശേഷത്തോടുള്ള ഓരോരുത്തരുടെയും എന്താ പറയുന്നത് പ്രതികരണം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്നുള്ളത്. കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരാണ്. എല്ലാവരും കേൾക്കുന്നുണ്ട് അല്ലെ? എല്ലാവരും ദൈവവചനം കേൾക്കുന്നുണ്ട്. ഇക്കാലത്തിലെ മീഡിയയിലൂടെ 24 hours വചനം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ കേൾക്കാത്ത ഒരു മനുഷ്യരുമില്ല, എല്ലാവരും കേൾക്കുന്നുണ്ട്. പക്ഷേ കേൾക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ് ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. തെസ്സലോനിക്ക സഭയെ കുറിച്ച് നമ്മൾ എല്ലാവരും പറയുന്നത് അതൊരു എന്താ പറയുന്നത്, ഒരു മാതൃകാ സഭ എന്നാണ്. തെസ്സലോനിക്ക ലേഖനം 1:4-5, ഒന്നാം ലേഖനം 1:4, 5, 6, 7 വാക്യങ്ങൾ വായിക്കാം. ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അവരെന്താണ് ചെയ്തത്? അങ്ങനെ അവർ തെരഞ്ഞെടുത്തു. പക്ഷെ അവരെങ്ങനെയാ തെരഞ്ഞെടുക്കാൻ കാരണമായി തീർന്നത്? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അപ്പം വചനം കൈക്കൊണ്ടു. പൗലോസും മറ്റുള്ളവരും പ്രസംഗിച്ച വചനം അവർ മനുഷ്യരുടെ വാക്കുകളായിട്ടല്ല, ദൈവത്തിന്റെ വചനമായി തന്നെ ഏറ്റെടുത്ത് വിശ്വസിച്ചു. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അപ്പൊ അങ്ങനെ മാതൃകാസഭ നമുക്ക് കാണുവാനായിരിക്കും. അങ്ങനെ നമ്മൾ പറയുമ്പോൾ മറ്റൊരു ചോദ്യം വരാം, മറ്റൊരു ചോദ്യമല്ല, ഒരു ചോദ്യം വരാം. ദൈവം മനുഷ്യരെ നമ്മൾ പറഞ്ഞു രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു.
അങ്ങനെയെങ്കിൽ ദൈവം ചിലരെ നഷ്ടപ്പെടുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കുമോ? ഇവിടെ പറയാം, ദൈവം നമ്മെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു, വിശ്വസിച്ചവരെ ദൈവം രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ദൈവം ആരെയെങ്കിലും നഷ്ടപ്പെടാനായി തിരഞ്ഞെടുത്തു? ഒരിക്കലുമില്ല. പക്ഷേ ആ നാശത്തിലേക്ക് പോയവരെ തങ്ങൾ തിരഞ്ഞെടുത്തതാണ്. വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം രക്ഷയ്ക്കായി ദൈവം തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ കരുണയാൽ നമ്മെ തെരഞ്ഞെടുത്തു. പക്ഷെ വിശ്വസിക്കാത്തവർ എന്ത് ചെയ്തു? ദൈവം അവരെ വിശ്വസിക്കാതെ വിട്ടതാണോ? അവരെ നാശത്തിന് വേണ്ടി തെരഞ്ഞെടുത്താണോ? ഒരിക്കലുമല്ല. അവർ തന്നെത്താൻ അത് കൈവാങ്ങിയതാണ്. എല്ലാവർക്കും വേണ്ടിയാ. കാരണം നമ്മൾ പറയുമ്പോൾ എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ ഇല്ലാത്തവരായി തീർന്നു. അങ്ങനെയെങ്കിൽ എല്ലാവരും പാപികൾ, കർമ്മമായി പാപികള്, ജാത്യാല് പാപികള്, അല്ലേ? അപ്പം ആദമിൽ നിന്ന് വന്നവർ മുഴുവൻ പാപികളാകുമ്പോൾ ദൈവം എന്തെങ്കിലും നോക്കി ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ആരും രക്ഷയ്ക്ക് യോഗ്യരല്ല. എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെട്ട് പാപികളായിരുന്നു. അപ്പം അങ്ങനെ പറയാമോ? ദൈവം രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ ചിലരെ നഷ്ടത്തിനായി തിരഞ്ഞെടുക്കാൻ ഒക്കത്തില്ല. കാരണം എല്ലാവരും ആരും ദൈവത്തിന്റെ മുമ്പിൽ ഒരു യോഗ്യതയും ഇല്ലാത്തവർ, എല്ലാവരും ദൈവത്തിന്റെ മുമ്പ് പാപികളാണ്. അങ്ങനെ വരുമ്പോൾ ദൈവം കുറച്ചുപേരെ രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുകയും കുറച്ചുപേരെ നാശത്തിനായി തിരഞ്ഞെടുക്കുകയും ഇല്ല. എല്ലാവരും ആ പാപികളാണ്. അങ്ങനെ ഇരിക്കെ ദൈവം ചിലരെ രക്ഷിപ്പാൻ ദൈവത്തിന് കരുണ തോന്നി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മോടും ദൈവം നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിന് കരുണ തോന്നി. നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, എല്ലാവരും ഒരുപോലെയായിരുന്നു. പക്ഷെ ആരിലും ഒരു ഗുണവും കാണാനില്ല ആരെങ്കിലും ദൈവം രക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ റോമാലേഖനം 9 അധ്യായം എടുത്തു. 9, 10, 11 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലുള്ള പരമാധികാരത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വായിക്കാം 9-ാം അധ്യായം 23, 24 വാക്യങ്ങൾ. അവിടെ പറയുന്നുണ്ട്, റോമർ 9, 23 and 24. ചിലരെ കരുണാപാത്രങ്ങളായി തേജസ്സിനായി മുന്നൊരുക്കി. എന്നാൽ അവിടെ പറയുന്നുണ്ട്, നഷ്ടപ്പെട്ട നാശയോഗ്യമായ കോപപാത്രങ്ങളാണ്. അപ്പം കരുണാപാത്രങ്ങളെ ദൈവം തേജസ്സിനായി ഒരുക്കുന്നു, നാശത്തിനായി ദൈവം ആരെയും ഒരുക്കുന്നില്ല. എന്നാൽ അവർ അവിശ്വാസം മൂലം അങ്ങനെയായി തീർന്നു. വായിക്കാം 9:23. യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയിരുന്ന കരുണാപാത്രങ്ങളായ നമ്മിൽ. പൗലോസ് തന്നെ കൂടെ ഉദ്ദേശിച്ച് പറയുന്നു, തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്തേ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരും നാശയോഗ്യങ്ങളായിരുന്നു. ആ നാശയോഗ്യമായ ആ എന്താ പറയുന്നത്, ആ കോപപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കോപം മാത്രമേ ഉള്ളൂ. കാരണം പാപത്തിന് ദൈവം ശിക്ഷ കൊടുക്കണം. പാപത്തെ ഒരിക്കലും ദൈവം അംഗീകരിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് മുമ്പിൽ എല്ലാവരും നിത്യനാശത്തിനാണ്. അപ്പൊ എല്ലാവരും കോപപാത്രങ്ങളാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് ചിലരെ ദൈവം കരുണാപാത്രങ്ങളായി തെരഞ്ഞെടുത്തു. അപ്പം അങ്ങനെയാണ്. അപ്പൊ അവിടെ എന്താണ് മറ്റുള്ളവർ ഇങ്ങനെ ആയിത്തീരാൻ കാരണം? നാശപാത്രങ്ങളായി തന്നെ തുടരുന്നതിന് കാരണം അവര് അവിശ്വാസം മൂലം അങ്ങനെയായി തീർന്നു എന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. റോമാലേഖനം 11:17, 22. അവിടെ നമുക്ക് റോമാലേഖനം 11:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 11:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ അവിടെ നമുക്ക് ദൈവത്തിന്റെ സർവാധികാരവും മനുഷ്യന്റെ ഉത്തരവാദിത്വവും വെളിവാക്കുന്ന ചില വാക്യങ്ങളാണ്. വിശ്വസിക്കുന്നവരിൽ ദൈവത്തിന്റെ ദയയും അല്ലാത്തവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കുന്നവരിൽ ദൈവത്തിന്റെ കരുണയും അല്ലാത്തവരിൽ ദൈവത്തിന്റെ ആ ഒരു ദേഷ്യവും കോപവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വായിക്കാം റോമാലേഖനം 11:17. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത്
ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിനു പങ്കാളിയായി തീർന്നു എങ്കിലോ. കൊമ്പുകളുടെ നേരെ നീ പ്രശംസിക്കുന്ന എന്തേ? പ്രശംസിക്കുന്നു എങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നു എന്ന് ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞുവെന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. അപ്പം കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഉള്ളിൽ ഒട്ടിച്ചു ചേർത്തിട്ട് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിനെ അവകാശിയാക്കി. അപ്പം നമ്മൾ പ്രശംസിച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം ദൈവമാണ് തിരഞ്ഞെടുത്തത്. ഇനി 20. ശരി, 19. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ നീ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. അവിശ്വാസം കൊണ്ട് അവ ഒടിഞ്ഞുപോയി, വിശ്വാസം കൊണ്ട് നീ നിലനിൽക്കുന്നു. ആ വിശ്വാസം കൊണ്ട് നീ നിലനിൽക്കുന്നു എന്ന് പറയാനും പറ്റില്ല. ബാക്കി വായിച്ചു നോക്ക്. 11-21. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ വന്നെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്ന ദൈവം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഈ സർവ്വലോ രക്ഷ എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, ആ ഒരു രക്ഷ ഒരിക്കൽ കിട്ടിയാൽ നഷ്ടപ്പെടുകയില്ല എന്നൊക്കെ പറയുന്നവർക്ക് അതൊരു ഈ വാക്യം ഒരു തെളിവാണ്. നീയോ ദയയിൽ നിലനിന്നാൽ നീ ദയൻ തന്നെ. കാരണം സ്വാഭാവിക കമ്പുകളെ ദൈവം ആദരിക്കാതെ വന്നെങ്കിൽ നിന്നെയും, യഹൂദന്മാരെ ആദരിക്കാതെ വന്നെങ്കിൽ, അവരെ തെരഞ്ഞെടുക്കാനല്ല അവരെ ആദരിക്കാതിരുന്നത്, അവരെ ആദരിക്കാതെ വന്നെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്ന. ഇപ്പൊ നീ പറയും എന്നെ ഒട്ടിക്കേണ്ടതിനാ അവരെ ഒടിച്ചു കളഞ്ഞെന്ന്. അപ്പൊ ദൈവം പറയുന്ന നിന്നെ ഒട്ടിക്കേണ്ടവരെ ഒടിച്ചു കളഞ്ഞു ഒന്നുമല്ല, അവരെ അവിശ്വാസത്താൽ ഒടിഞ്ഞു പോയതാ. നീ വിശ്വാസത്തിൽ ആയതുകൊണ്ട് വന്നതുകൊണ്ട് നീ ആയിത്തീർന്നു. അതുകൊണ്ട് ഇനിയും നിനക്ക് അതിൽ തന്നെ നിലനിന്നാൽ നീ ഒടിഞ്ഞു പോകത്തില്ല, നീ അതിൽ തന്നെ നിലനിൽക്കുക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം രക്ഷയിലേക്ക് വന്നെങ്കിൽ നമുക്ക് പോഴുവാനോ ഒന്നിനും ഒരു കാര്യമില്ല, നമ്മുടെ പ്രവൃത്തികളുമല്ല. നമ്മള് അതുകൊണ്ട് രക്ഷ നിലനിൽക്കുന്നൊന്നും പറയാനും ഒക്കില്ല. നാം നിലനിന്നാൽ മാത്രമേ അന്ത്യം വരെ നമുക്ക് ഇരിക്കാൻ ഒക്കുള്ളൂ. അപ്പം ദൈവം എന്നെ തെരഞ്ഞെടുത്തു, എനിക്ക് തോന്നിയ പോലെ എന്റെ ഇഷ്ടം പോലെ നടക്കാമെന്ന് പറഞ്ഞാലും ഒക്കത്തില്ല, നടക്കുകയില്ല. കർത്താവിന് ഏത് നിമിഷവും തെറ്റിക്കളയാം. മോശ പറയുന്നുണ്ട്, കർത്താവേ നീ എഴുതി എന്റെ പേര് ആ ജീവപുസ്തകത്തിൽ നിന്ന് മാറ്റി കളഞ്ഞാലും വേണ്ടിയല്ല. കർത്താവ് പറയുന്നുണ്ട് വേണ്ട, അവരാ പാപം ചെയ്തത്, അവരുടെ പേരാ മാറിക്കളഞ്ഞത്. അപ്പം ജീവപുസ്തകത്തിൽ നിന്ന് പേര് എഴുതി മാറ്റിക്കളയുന്ന ഒരു സമയം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം ഇവിടെ വിശ്വസിക്കുന്നവരിൽ ദൈവത്തിന്റെ ദയയും അല്ലാത്തവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും. ഈ നമ്മൾ ഇതെല്ലാം പഠിച്ചത് ദൈവത്തിന്റെ ഒരു സർവാധികാരമുണ്ട്, അതുപോലെ മനുഷ്യന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഉപദേശം എന്ന് പറയുന്നത് ദൈവമായിരിക്കാൻ എന്ന് പറയാം, ദൈവമായിരിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ലോകത്തെ നിർമ്മിച്ച ദൈവം, സർവ്വത്തിന്റെ ഉടയവനായ ദൈവമാണ് നമ്മുടെ രക്ഷയിൽ. അത് മനുഷ്യന് കൊടുക്കാത്തത് കൊണ്ടാണ് ദൈവമായിരിക്കാൻ അത് അനുവദിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ദൈവമായിരിക്കാൻ ഒക്കില്ലല്ലോ. അത് മനുഷ്യന്റെ കയ്യിൽ ആ പൂർണ്ണ ഉത്തരവാദിത്വം കൊടുത്തെങ്കിൽ അത് നടക്കുകയില്ല. അപ്പൊ ദൈവത്തിന്റെ സർവാധികാരത്തിന്റെ ഭാഗമാണ്. അപ്പം ആ ദൈവം അനീതി ചെയ്യുന്നത് ദൈവത്തിന് ആരും ഇഷ്ടമല്ല. പക്ഷെ ദൈവം അനീതി ചെയ്യാനായി കുറച്ചുപേരെ വിടുകയുമില്ല. എന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ ദൈവത്തിന് അധികാരമില്ലേ? ദൈവത്തിന് അധികാരമുണ്ട്. അനീതി ഇഷ്ടമല്ല ദൈവത്തിന്, പക്ഷെ അനീതി ചെയ്യുന്നവരെയും ഇഷ്ടമല്ല. എങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യുന്നവരെ ചെയ്യുവാനായിട്ട് കുറെ പേരെ തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് അധികാരമില്ല. ദൈവത്തിന് അധികാരമുണ്ട്. ആ അധികാരത്താലാണ് ദൈവം നമ്മെയും തിരഞ്ഞെടുത്തത്. അപ്പം മനുഷ്യനെ തനിയെ വിട്ടാൽ എല്ലാവരും നശിച്ചു പോകും. പക്ഷെ കുറച്ചുപേരെ തനിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പാൻ ദൈവത്തിന് കരുണ തോന്നി. ആ കോപപാത്രങ്ങളായ ചിലരെ നല്ല കരുണാപാത്രങ്ങളാക്കി തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന്റെ ആ പരമാധികാരത്തിനായ ദൈവത്തിന് സ്തോത്രം. അതിലും നമ്മെയും കൂടെ ഉൾപ്പെടുത്തുവാൻ ദൈവത്തിന് കൃപ തോന്നിയ ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നമുക്ക് തോന്നാം. അപ്പം ദൈവത്തിന്റെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ച് പറയുന്ന ഈ വചനം തന്നെ മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുള്ള
വാക്യങ്ങളാണ് നമ്മളെ കുറച്ച് താഴെ വായിക്കാൻ വന്നത്. പക്ഷെ എങ്കിലും നമുക്ക് പറയുവാൻ കഴിയുമോ, ദൈവം അവരെ തിരഞ്ഞെടുത്തു, എന്നെ തിരഞ്ഞെടുത്തില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചില്ല എന്ന് പറയുവാനായിട്ടും കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവവചനം തന്നെ പറയുന്നു, എല്ലായിടത്തും എല്ലാ കാലത്തും എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നെയാണ് ദൈവത്തിന്റെ ഇഷ്ടം, അല്ലെ? അവരെ തെരഞ്ഞെടുത്തു, ദൈവം എന്നെ തെരഞ്ഞെടുത്തില്ല. അവരോട് ദൈവത്തിന് സ്നേഹം തോന്നി, അവരോട് ദൈവത്തിനോട് കരുണ തോന്നി, എന്നോട് ദൈവത്തിന് ദേഷ്യം മാത്രമേ ഉള്ളെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആർക്കും പറയുവാൻ കഴിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നാണ് ദൈവത്തിന് ഇഷ്ടം. നമ്മൾ ബൈബിളിന്റെ താക്കോൽ വാക്യം അല്ലെങ്കിൽ ഗോൾഡൻ വേഴ്സ് എന്ന് പറയുന്ന ഒരു വാക്യം നമുക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷം 3:16. അവിടെ എന്താ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും കാണാതറിയുന്ന വാക്യമാണ്, എങ്കിലും വായിച്ചു പോകാം. നാം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ചിലരെ സ്നേഹിച്ചെന്നാണോ? അല്ല, ലോകത്തെ സ്നേഹിച്ചു, ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിച്ചു. അപ്പം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതിരിക്കേണ്ട. അപ്പൊ എല്ലാ കാലത്തും എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതുകൊണ്ട് ഒരാൾക്ക് പറയുവാൻ കഴിയില്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തത് മറ്റു പറയല്ല, അല്ലെങ്കിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തില്ല എന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം 3:36 വാക്യം, 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പം വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കാത്തവന് ദൈവക്രോധം മാത്രമേ ഉള്ളൂ. 5:24, യോഹന്നാൻ 5:24. ഇത് വാക്യങ്ങളെല്ലാം ഞാൻ പതിയെ പറയുന്നത്, വായിച്ചിട്ട് പിന്നെ പഠിക്കണം, ഒന്ന് വായിച്ചു നോക്കാം, അതപ്പം മനസ്സിലാകും. ഓക്കെ, യോഹന്നാൻ 5:24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക്. വിശ്വസിക്കുന്നവർ ജീവനിലേക്ക് പോകും, വിശ്വസിക്കാത്തവർ മരണത്തിലേക്ക് പോകും. റോമാലേഖനം 10:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, വിശ്വസിക്കുന്ന കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 10:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ഒരുത്തനും ലയിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നോ യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കണം സമ്പന്നനാകുന്നു. അവന്റെ നാമത്തെ, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. ഈ രണ്ട് ദൈവത്തിന്റെ സോവർണിറ്റിയും മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയും കാണുവാൻ കഴിയുന്ന ഒരു വാക്യം, രണ്ടും ഒരുപോലെ കാണുന്ന ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 6:37. ആദ്യത്തെ പകുതിയിൽ ദൈവത്തിന്റെ സർവാധികാരവും രണ്ടാമത്തെ പകുതിയിൽ മനുഷ്യന്റെ ആ റെസ്പോൺസിബിലിറ്റിയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു. അപ്പൊ നമ്മൾ വായിച്ച വാക്യം, പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർ പുത്രനിലെ വിശ്വസിക്കുന്നു. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. വരുന്നവനെ, അപ്പം ആരെങ്കിലും വന്നാൽ, അപ്പം ദൈവം ആകർഷിക്കാതെ ആരും ദൈവത്തിന്റെ അടുക്കിലേക്ക് വരികയില്ല. വരുന്നവനെ തള്ളിക്കളയുകയും ഇല്ല, വരുന്നവനെ തള്ളിക്കളയുകയില്ല. ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് എത്താത്ത കാര്യം ആണ്. ആ ദൈവത്തിന് ചിലരെ തിരഞ്ഞെടുക്കുവാനും അതുപോലെ തന്നെ ചിലരെ വിട്ടുകൊടുക്കുവാനും, അല്ലെങ്കിൽ ആ തിരഞ്ഞെടുക്കാത്തവര്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാത്തെന്ന് പറയാനൊക്കത്തില്ല, ആ തിരഞ്ഞെടുക്കപ്പെടാത്തവർ വിശ്വസിക്കാത്തവരാണ്. ആ നമ്മുടെ ഭാഗത്ത് ഉത്തരവാദിത്വം ഉണ്ട് എങ്കിലും, പക്ഷേ ബൈബിള് രണ്ടും പഠിപ്പിക്കുന്നുണ്ട്.
ഒരുപോലെ തന്നെ ദൈവത്തിന്റെ പരമാധികാരവും മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ അത് രണ്ടും സത്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഏത് പോയിന്റിൽ അത് മീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയത്തില്ല. പക്ഷെ അത് നമുക്കൊന്നു മാത്രം പറയുവാൻ കഴിയും: ദൈവത്തിന്റെ കരുണയും കൃപയാലും നാം രക്ഷയിലേക്ക് വന്നു. അപ്പം ദൈവത്തിൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ തന്നെ കാരണമായത് ദൈവത്തിന്റെ സ്നേഹമാണ്. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്നേഹം, മനുഷ്യനെ നിലനിർത്തുന്ന ദൈവത്തിന്റെ സ്നേഹവും കരുണയും ആണ് എന്ന് പറയുവാൻ കാരണമുണ്ട്. കാരണം ദൈവം തൃത്വമാണ്. ഒരു 3 പേഴ്സൺസ് അതിനകത്തുണ്ട് അല്ലെ, തൃത്വത്തിൽ, ട്രിനിറ്റി. അല്ലെന്നുണ്ടെങ്കിൽ ദൈവം ഒന്നാണ്, ഏക ദൈവമാണ്. പക്ഷെ ഒരു വ്യക്തിത്വം മാത്രമേ അതിൽ ഉണ്ടായിരുന്നു എങ്കിൽ ദൈവം സ്നേഹമാണെന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. കാരണം ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ, സ്നേഹിക്കാൻ ഒരാളുണ്ട്, പക്ഷെ സ്നേഹം റിസീവ് ചെയ്യാൻ എൻ്റെ ആരും ഇല്ലെങ്കിൽ നമുക്ക് സ്നേഹം ഉണ്ടോ എന്ന് എങ്ങനെയാ പറയാൻ കഴിയുന്നല്ലേ? നമുക്ക് സ്നേഹം ഉണ്ടെന്ന് പറയണമെങ്കിൽ അത് റെസിപ്പിയന്റ് ആയിട്ട് ഒരാളും കൂടെ അവിടെ വേണം അല്ലേ? പക്ഷെ ഇവിടെ പറയുന്ന ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു, ആ ദൈവത്തിന്റെ സ്നേഹത്താലാണ് ഇഷ്ടം. പക്ഷെ ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. കാരണം ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ആ തൃത്വത്തിൽ 3 ആളത്വങ്ങൾ ഉള്ളത് കൊണ്ട് അതിൽ ഉൾക്കൊള്ളാവുന്ന സ്നേഹം മതിയായിരുന്നു അല്ലേ? പക്ഷേ ദൈവത്തിന് മനുഷ്യനെ രക്ഷിപ്പാൻ സ്നേഹം തോന്നി. ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ കേട്ടതാണ്. ആ ദൈവം അനാദികാല നൃത്യതയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തന്നെ ഇരുന്ന ആ സമയത്ത് തൃത്വത്തിന്റെ ആ വൃത്തത്തില് സ്നേഹത്തിന്റെ ഒരു തിരതള്ളൽ അനുഭവപ്പെട്ടപ്പോൾ ആ തിരതള്ളലിൽ ഇച്ചിരി പകരാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയുന്നു. എന്ത് വലിയ സത്യമാ അല്ലേ? പറഞ്ഞ ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേറെ ആരെയും സൃഷ്ടിക്കേണ്ട കാര്യമില്ല സ്നേഹം കൊടുക്കാൻ വേണ്ടി. കാരണം അതിൽ തന്നെ ദൈവത്തിൽ തന്നെ സ്നേഹമാണെന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി 3 പേരുണ്ട് അല്ലേ? അപ്പൊ അത് വേറെ ഒന്നും കൊടുക്കില്ല. തിരതള്ളലില് ഇച്ചിരി ഒരു സ്നേഹം മനുഷ്യനോട് കാണിക്കാനായിട്ട് ദൈവത്തിന് കൃപ തോന്നി. അത്രയും മാത്രമേ നമുക്ക് പറയാനായിട്ട് കൊള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ഇങ്ങനെ ഒരു ദൈവദാസന്റെ ഒരു എന്താ പറയുന്നത്, ഒരു എന്താ പറയുന്നത്, ഉപമിക്കത്തില്ല, എങ്ങനെ പറയാ, ഒരു നിഗമനം അങ്ങനെ പറയുന്ന ആ ഒരു ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിച്ചപ്പോഴൊക്കെ എങ്ങനെ തോന്നിയ ഒരു ഇതാണ്. അപ്പം നമ്മുടെ രക്ഷയുള്ള ബന്ധത്തിലും നമുക്ക് പറയാൻ കഴിയുന്ന ചില ദൈവത്തിന്റെ ആ ഒരു ഫുൾ സോവർണിറ്റി, പരമാധികാരം, മനുഷ്യന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, അതുപോലെ ആ ദൈവത്തിന്റെ കരുണ, സർവലൗകികമായി മനുഷ്യനെ രക്ഷിപ്പാൻ തോന്നിയ ദൈവത്തിന്റെ ആ കരുണ, ഈ ഭാഗങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഒന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ: ദൈവം നമ്മെ സൃഷ്ടിച്ചു. അപ്പൊ നമ്മള് എഫേസ്യർ 1:4 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വായിക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനെ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അപ്പം ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ആ ദൈവത്തിന്റെ പരമാധികാരം മാത്രമാണ്. നമുക്കറിയാം. ഒരു എക്സാമ്പിള് ഇങ്ങനെ പറയുമ്പോൾ തിരഞ്ഞെടുത്തത്, നമ്മള് യൂദയുടെ കാര്യം പറയത്തില്ലേ? അപ്പൊ യൂദയെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ കർത്താവ് തെരഞ്ഞെടുത്തത്. പക്ഷെ യൂദയ്ക്ക് നല്ല മാർഗം ചെയ്യാൻ അവസരമില്ലായിരുന്നു. മറ്റുള്ളവരെ പോലെ എല്ലാം ചെയ്യുവാനുള്ള അവസരമുണ്ടായി. എന്തുകൊണ്ടാ യൂദ ചെയ്തത്? സാത്താൻ അവൾ കടന്നത് ചെയ്തത്. പക്ഷെ സാത്താനെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട്, അതിന്റെ സൈഡിലോട്ട് പോകാനായിട്ട് യൂദയ്ക്ക് ആ ഒരു മനസ്സുണ്ടായിരുന്നു അല്ലേ? തിരഞ്ഞെടുത്തതാ യൂദ. അതുകൊണ്ട് മാത്രമേ നമുക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം നമ്മെയും തിരഞ്ഞെടുത്തു ദൈവം. പക്ഷെ അനീതി ചെയ്യാതിരിക്കാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു അല്ലേ? ആ അനീതി ചെയ്യുന്നവർ ദൈവത്തിന്റെ ആ സ്നേഹം വിട്ടുകളഞ്ഞു പോകുന്നവരാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോഴേ ഒരു ഇല്ലസ്ട്രേഷൻ ഞാൻ ഒന്ന് പറയാം. അതും ഞാൻ കേട്ടത് തന്നെയാണ്. ഈ നമുക്ക് ദൈവത്തിന്റെ പരമാധികാരം ഉണ്ടെങ്കിലും
മനുഷ്യന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആണ്. അത് ശരിക്കും മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് നമുക്ക് പറഞ്ഞു പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കാൽവിനിസവും അർമേനിയസും മറ്റേ ഇസങ്ങളൊക്കെ വന്നത്. പക്ഷെ ഒരു ഇല്ലസ്ട്രേഷൻ ഞാനിങ്ങനെ കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. ഒരു വഴിയിലൂടെ അനേകർ നടന്നു പോകുന്നു. നമുക്ക് പറയാം, ലോകമാകുന്ന വഴിയിലൂടെ അനേകർ നടന്നു പോകുന്നു. ആ നടന്ന് പറഞ്ഞ് കുറെ അങ്ങ് പോയി കഴിയുമ്പോൾ ഒരു ഫ്രണ്ടിൽ ഒരു ബോർഡ് കാണുന്നുണ്ട്. അതിലിങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പോകുന്നു, വഴിയിലൊരു ബോർഡ് കാണുന്നു, എല്ലാവരും അത് കണ്ടു. കുറച്ചു പേർ നിന്നു വായിച്ചു, കുറച്ചു പേർ കണ്ടു, മുമ്പോട്ട് പോയി. ഈ ബോർഡ് കണ്ട സ്ഥലത്തൂടെ കുറെ പേര് പോയി. അവരങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ കാണുന്നുണ്ട്. അവരത് ചെന്നപ്പോ അവരൊരു വാതിലിലൂടെ അകത്ത് കടന്നു. അകത്ത് കടന്നിട്ട് ഒരാൾ നിന്ന് ഡോറിന്റെ ബാക്കിലോട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങളെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ എല്ലാവരുടെയും മുമ്പിൽ ഡോർ ഉണ്ടായിരുന്നു, എല്ലാവരുടെയും മുമ്പിൽ ബോർഡ് ഉണ്ടായിരുന്നു, എല്ലാവരും വായിച്ചതാണ്. പക്ഷെ ചിലർ ആ ബോർഡ് കണ്ട സ്ഥലത്തൂടെ പോയി. അവര് ആ ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നാം തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത്. ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ എല്ലാവരെയും ദൈവം സ്നേഹിച്ചു, എല്ലാവരെയും ദൈവം വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചു. എല്ലാവരും വഴിയിലൂടെയാണ് പോകുന്നത്. പക്ഷെ ഒരു വഴിയുടെ ഒരു പകുതിയിൽ വെച്ച് ചിലർ ദൈവത്തിന്റെ വഴിയിലൂടെ പോയി, ചിലർ ആ ലോകത്തിന്റെ വഴിയിലൂടെ പോയി. അപ്പം ദൈവം എല്ലാവരോടും ഒരേ ഇതാണ്. പക്ഷെ എൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവനെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അത്രമാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അത് ദൈവത്തിന്റെ സോവർണിറ്റിയും മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയും ഒരുമിച്ച് പോകുന്നതാണ്. എനിക്കത് ആ ഒരു ഇല്ലസ്ട്രേഷൻ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടു, പക്ഷെ അത് അകത്ത് കയറിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ തെരഞ്ഞെടുത്ത പ്ലാനിലുണ്ടായിരുന്നു. നമ്മൾ അന്നത്തെ കാലത്ത് അന്ന് ദൈവം അനാദികാല നിത്യതയിൽ അയച്ചു. ഓക്കെ, ഇനി നാം നമ്മെ തെരഞ്ഞെടുത്തത് ഇവിടെ പറയുന്നുണ്ട്, നാം തന്നിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. ഞാൻ വിശുദ്ധിയും നിഷ്കളങ്കതയെ കുറിച്ചൊക്കെ എപ്പോഴും പറയുന്ന കാര്യം, അതുകൊണ്ട് ഞാൻ അവിടെ വിടുക, അത് വിട്ടുപോവുക. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ എപ്പോഴാണ് നമ്മെ തെരഞ്ഞെടുത്തത്? ഞാൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പേ. ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ, എല്ലാ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ, ദൈവം ലോകസ്ഥാനത്ത് മുമ്പേ അവനിൽ തിരഞ്ഞെടുത്തു, തൻ്റെ പുത്രനിൽ നമ്മെ തിരഞ്ഞെടുത്തു. അത് ദൈവത്തിന്റെ സർവാധികാരത്തിന്റെ കാര്യമാണ്. അടുത്ത വാക്യം കംപ്ലീറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാം കുറച്ച്. അപ്പം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ, നാം ആരുമാകുന്നതിന് മുമ്പേ, നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അപ്പൊ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, നമ്മൾ ഈ ലോകത്തിലായിരുന്നു, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മെ കണ്ടു നിൽക്കും, നമ്മൾ ദൈവത്തിൽ വചനത്തിൽ വായിക്കും. പക്ഷെ ഇത് അതിനു മുമ്പേ, ഒന്നുമില്ലായിരുന്ന ഒരു സമയത്ത്, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ പാപം ചെയ്യുവാൻ അറിയാമായിരുന്ന ദൈവം ആദ്യകാല നിത്യതയിൽ, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുന്ന, അല്ലെ, ആദ്യം തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും അറിയുന്ന ദൈവം കാലത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ, കാലം എന്ന് പറയുന്നത് എന്താ? ആദ്യകാല നിത്യതയ്ക്കും അനാദികാല നിത്യയ്ക്കും ഇടയ്ക്കുള്ള ഇച്ചിരി ഒരു സമയമാണ്. ആ കാലം മനുഷ്യന് മാത്രം ദൈവം നൽകിയിരിക്കുന്നു. അപ്പൊ അനാദികാല നിത്യതയിൽ ദൈവം ആ കാലത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ, മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ആ കാലത്തേക്കൊന്ന് നോക്കിയപ്പോൾ നമ്മെ ഓരോരുത്തരെയും ദൈവം കണ്ടു. ആ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്തു. നമ്മൾ പറയും നമ്മളന്നില്ലായിരുന്നെന്ന്. പക്ഷേ എല്ലാം അറിയുന്ന നമ്മൾ പൊടിയാകുന്നതിന് മുമ്പ്, ഒരു ചെറിയൊരു ബിന്ദുവെങ്കിലും ആകുന്നതിന് മുമ്പേ ആ കാലത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവം നമ്മളെല്ലാം അങ്ങ് കണ്ടു, നമ്മെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമേ മനുഷ്യൻ പറയാനൊക്കത്തുള്ളൂ.
നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു. അപ്പോൾ എത്രത്തോളം നാം ദൈവത്തിന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. അപ്പം 5-ാമത്തെ വാക്യം, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്, അത് നമ്മുടെ പ്രീ ഡെസ്റ്റിനേഷനെ കുറിച്ചാണ് പറയുന്നത്. ആ ഇത് മുൻ നിയമനം. തെരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെ മുൻ നിയമിച്ചു. റോമലേഖനം അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിനെ മുൻ നിയമിച്ചു എന്ന് പറയുന്നുണ്ട്. ആ മുൻ നിയമനം അത് മുമ്പേ കൂട്ടിയാണ്. മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ പ്രീഡിസ്റ്റൈൻ ചെയ്തു, അല്ലെങ്കിൽ മുൻ നിയമിച്ചു. അപ്പം ആ മുൻ നിയമനവും തെരഞ്ഞെടുപ്പും തമ്മിൽ വലിയൊരു ബന്ധം ഉണ്ടെങ്കിൽ അപ്പം അത് രണ്ടും ഒന്ന് അല്ല. രണ്ടും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും രണ്ടും ഒന്ന് അല്ല. ദൈവം, നമ്മൾ പഠിച്ചത്, ദൈവം രക്ഷയ്ക്കായി ചിലരെ തെരഞ്ഞെടുത്തു, എന്നാൽ മുൻ നിയമം അതിന് മുന്നോടിയാണ്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ ദൈവം ഒന്ന് തീരുമാനിച്ചു. നമ്മളിപ്പം ദൈവവചനത്തിന്റെ ഉദാഹരണങ്ങളൊന്നും നമുക്ക് മറ്റു ഉദാഹരണങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. നമ്മള് കടയിൽ പോകുന്നതിന് മുമ്പ്, അല്ലെ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വാങ്ങിക്കണമെന്നല്ലേ. അവിടെ ചെന്ന് പല സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച കാരണം അതിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കും, അല്ലേ? അങ്ങനെയല്ലേ? എല്ലാം കൂടെ വാങ്ങിച്ചോണ്ട് പോരത്തില്ലല്ലോ. അത് തന്നെ, നമ്മള് വാങ്ങിക്കുന്നതിന് മുമ്പേ നമ്മളത് ഒന്ന് ആലോചിക്കും. അതാണ് മുൻ നിയമനം. നമ്മളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ദൈവം ഒന്ന് ചിന്തിച്ചു. അപ്പൊ എന്തിനു വേണ്ടിയാണ് ദൈവം മുൻ നിയമിച്ചത്? തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ രക്ഷിക്കപ്പെടുന്ന എല്ലാവരെയും തന്റെ പുത്രൻ മുഖാന്തരം ദത്തെടുക്കേണ്ടതിനാണ് ദൈവം മുൻ നിയമിച്ചത്. അപ്പൊ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പേ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിനാണ് മുൻ നിയമിച്ചത്. അപ്പൊ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം മുൻ നിയമിച്ചത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പുത്രന്മാരാക്കാതെ ദത്തെടുക്കാമായിരുന്നോ? പുത്രന്മാരാക്കാതെ ദത്തെടുക്കാമായിരുന്നു. പക്ഷെ പുത്രന്മാരാക്കിയാണ് ദൈവം നമ്മെ ദത്തെടുത്തത്. ആ ഒരു കാര്യം മാത്രം ഞാൻ മുമ്പേ പറഞ്ഞിട്ട് പോകാം. നമ്മൾ ഗലാത്യ ലേഖനം 4:4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഒന്ന് വായിച്ചു പോകാം. 4 മുതൽ അധികം നാളുകൾക്ക് മുമ്പേ അല്ലല്ലോ നമ്മൾ, ഇപ്പൊ അടുത്ത കാലഘട്ടത്തിലല്ലേ നമ്മൾ ഗലാത്യ ലേഖനം പഠിച്ചത്. അത് ദത്തെടുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. വായിക്കാം. എന്നാൽ 4:4, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കണം തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങൾ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രൻ അത്രേ. പുത്രനെങ്കിലും ദൈവത്തിൽ അവകാശമാകുന്നു. നമ്മള് ദത്തെടുക്കുക എന്ന് പറഞ്ഞ പുത്രനായിട്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞു, ജനിക്കാതെ തന്നെ പുത്രന്മാരായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹ്യൂമൻ പേരൻസ് കുഞ്ഞുങ്ങളെ, മക്കളില്ലാത്തവർ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നു, മക്കളുള്ളവരും കുഞ്ഞുങ്ങളെ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങളും ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങളും മറ്റു മക്കളും നമ്മൾ വ്യത്യാസമുണ്ട്, അല്ലേ? എന്തിലാ വ്യത്യാസമുള്ളത്? അവകാശം ഒരിക്കലും ഉണ്ടെങ്കിലും ഒരിക്കലും നമ്മുടെ ആ ജീൻസ് ആ ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുകയില്ല, അല്ലേ? അവർക്ക് എന്തും കിട്ടും, അവകാശങ്ങൾ മുഴുവൻ കിട്ടും, എഴുതി വെക്കും, എല്ലാം ചെയ്യും, എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ ട്രാൻസ്ഫർ ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവരുടെ ട്രേഡ്സ്, ജീനിന്റെ അതൊന്നും, അവരുടെ സ്വഭാവങ്ങളൊന്നും മാറ്റുവാനായിട്ട് കഴിയുകയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്വഭാവങ്ങൾ കണ്ടുപഠിക്കാമെങ്കിലും ആ ഉള്ളിലുള്ള ആ ജീനിന്റെ ആ ഒരു ജെനുവിൻ സംഭവങ്ങളൊന്നും നമുക്ക് അവിടെ മാറ്റുവാനായിട്ട് കഴിയില്ല. പക്ഷേ ഇവിടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്
പുത്രന്മാരാക്കിയാണ്. അതാണ് വലിയ ദത്തെടുപ്പിന്റെ, അന്ന് ദത്തെടുപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അധികം പറഞ്ഞത്. പക്ഷെ പുത്രന്മാരാക്കിയാണ് ദൈവം തെരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ ഇവിടെ നാം അങ്ങനെ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാർ ആദ്യജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് രൂപരാഗൻ മുൻ നിയമിച്ചത്. അന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളാക്കി നമ്മെ തീർത്തിട്ട ആ ദൈവത്തിന്റെ ഫാമിലിയിലേക്ക് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിട്ടാണ് ദൈവം നമ്മളെ മക്കളാക്കി തീർത്തത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എല്ലാ ട്രേറ്റ്സും നമുക്ക് തന്നതിന് ശേഷം, കാരണം ലൗകികമായ പേരൻസ്, ഈ ലോകത്തിലെ പേരൻസ് ഒരാളെ ദത്തെടുക്കണമെങ്കിൽ അവരുടെ ട്രേറ്റ്സ് ഒരിക്കലും വരത്തില്ല. അവരെ ആർക്ക് വേണേലും ദത്തെടുക്കാം. പക്ഷെ ദൈവം നമ്മെ വെറുതെ ദത്തെടുക്കുകയാകെ ചെയ്യല്ല, പുത്രന്മാരായി ദത്തെടുത്തത് എങ്ങനെയാണ്? ആ ദൈവ ഭവനത്തിലേക്ക് നമ്മെ ജനിപ്പിച്ചു. അതിനാണ് പറഞ്ഞത് വീണ്ടും ജന്മം എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ, അതുകൊണ്ടല്ലേ ആത്മാവിനാൽ ജനിച്ചവർ ആത്മാവിന്റെ ഫലം കാണിക്കുന്നു, ആ ദൈവത്തിന്റെ സ്വരൂപം കാണിക്കുന്നു, ദൈവത്തിന്റെ സ്വഭാവം കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ പുത്രന്റെ അനുരൂപതയിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. വീണ്ടും ജനിക്കാത്തവർക്ക് പുത്രന്റെ അനുരൂപതയിൽ എത്തുവാൻ കഴിയില്ല. സാധാരണ ദത്തെടുക്കുന്ന മക്കളെ കൂട്ട് ആയിത്തീരും. അതുകൊണ്ട് അങ്ങനെയല്ല ദൈവം നമ്മെ ദൈവ ഭവനത്തിലേക്ക് വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് ഗലാത്യലേഖനം 4:1-2 വായിക്കാം. അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നതോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്ര എന്ന് പറയുന്നുണ്ട്. ഇവിടെ അത് ശിശു, ദൈവം നമ്മെ ശിശുവായിട്ടല്ല ദത്തെടുത്തത്, പുത്രനായിട്ട് തന്നെയാണ് തെരഞ്ഞെടുത്തത്. എന്ന് വെച്ചാൽ ഇവിടെ ശിശുവായിരിക്കുമ്പോൾ ആ അവകാശങ്ങളൊക്കെ ഒന്നും പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. അത് ദാസന്മാരുടെ കാലും വലിയ വിശേഷതയുള്ളവനല്ല. പക്ഷെ ഇവിടെ ദൈവഭവനത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പക്വതയുള്ളവരാണ്. പുത്രന് അവകാശം കൊടുക്കുമ്പോൾ പക്വതയുള്ള ഒരു പുത്രനാണ്, ഒരു പ്രായപൂർത്തിയായ ഒരു പുത്രനാണ് കൊടുക്കുന്നത്, അല്ലെ ഒരാൾക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നാമും നമ്മളെ ശിശുക്കളായിട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞവരാണ് ഇപ്പോഴും ഇങ്ങനെ താതാന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം അങ്ങനെയല്ല നമ്മെ ദത്തെടുത്തത്. പുത്രന് കിട്ടുന്ന സകല അധികാരങ്ങളും അവകാശങ്ങളും നമുക്ക് തന്നുകൊണ്ടാണ് ഇങ്ങനെ ദത്തെടുത്തത്, നമ്മെ അഡോപ്റ്റ് ചെയ്തത്. ആ ഒരു സാധാരണ മക്കളെ തിരഞ്ഞെടുക്കുന്നത് പോലെയല്ല, പുത്രന്മാരാക്കി ദൈവ ഭവനത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം നമുക്കറിയാം, ഗലാത്യലേഖനം നമ്മൾ വായിക്കുമ്പോഴേ അബ്രഹാമിന് ഇസഹാക്കും ഇഷ്മായേലും ഉണ്ടായിരുന്നു. അവിടെ വായിക്കുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഇസഹാക്കിന് സകല അവകാശങ്ങളും കൊടുത്തു, പക്ഷെ ഇഷ്മായേലിന് എന്താ കൊടുത്തത്? കുറെ അനുഗ്രഹങ്ങൾ മാത്രം കൊടുത്തു, ദാനങ്ങൾ മാത്രം കൊടുത്തു എന്നാ പറയുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ അല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ദൈവം എല്ലാ അവകാശങ്ങളും നമുക്ക് തന്നു. അപ്പൊ വീണ്ടും ജനിപ്പിച്ചു. ദൈവത്തിന്റെ ആ സ്വഭാവം കൂടെ, ആ ജീനും കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് പറഞ്ഞിട്ട് പോകാം. അപ്പൊ ആദമിന് ലഭിക്കാത്ത വലിയൊരു പദവിയാണ് ദൈവഭവനത്തിൽ വീണ്ടും ജനിച്ച ഓരോരുത്തർക്കും ഉള്ളത്. അപ്പൊ ചിലർക്ക് ചോദിക്കുമ്പോ ആദം പാപം ചെയ്യുമെന്ന് അറിയുന്ന ദൈവം എന്തിനാണ് ആദമിനെ സൃഷ്ടിച്ചത്? പക്ഷെ നമുക്ക് പറയാൻ കഴിയാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ആദമിനെ എല്ലാവരെ പോലും സൃഷ്ടിച്ചതുപോലെ അതേപോലെ അല്ല നമ്മെ സൃഷ്ടിച്ചത്. ആദമിനേക്കാളും മറ്റു ഏതൊരു സൃഷ്ടിയേക്കാളും അധികമായി ദൈവം തന്റെ പുത്രനോട് അനുരൂപമാക്കുന്ന അനേകം പുത്ര സമൂഹത്തെ കണ്ടുകൊണ്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അപ്പൊ ആദമിനുള്ള സാധാരണ മക്കൾ ഉണ്ടാകുന്നതിലും അധികമായി പുത്രനെ പോലെയുള്ള അനേകം പുത്ര സമൂഹങ്ങൾ. അപ്പൊ ആലോചിച്ചേ, ആദം ഒരിക്കലും പുത്രന്റെ തേജസ്സോടെ കൂടെ ഒന്നും ആയിരുന്നില്ല, പുത്രന്റെ സ്വരൂപമായിരുന്നില്ല. പക്ഷെ ഇവിടെ വീണ്ടും ജനിപ്പിച്ച നമ്മൾ ഓരോരുത്തരും പുത്രനെ ക്രിസ്തുവിന് അനുരൂപരായി തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ നിത്യതയിലെ പദ്ധതിക്കായി ദൈവത്തിന് സ്തോത്രം. ആദം പാപം ചെയ്യാമെന്ന് അറിയുന്ന ദൈവം ആ പുത്രനിലൂടെ നമ്മെ തെരഞ്ഞെടുത്തു. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ട ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അപ്പൊ പുത്രനെ പോലുള്ള അനേകം പുത്രന്മാരെ ദൈവം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തത്. അപ്പം
ദൈവത്തിന് പുത്രന്മാരാക്കാതെ ദത്തെടുക്കാമായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെയല്ല നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്ത പുത്രന്മാരാക്കി ദത്തെടുത്തു. ദൈവത്തിന് സകല സ്വഭാവങ്ങളും നമ്മിൽ തരുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ അതിന്റെ ആദ്യപടിയായി നമ്മെ രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി, പുത്രന്റെ അനുരൂപതയിലോട്ട് നമ്മെ ആക്കുന്നതിന് വേണ്ടി നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. അപ്പൊ നമ്മൾ എന്തായിരുന്നു? അല്ലാത്തവരായിരുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പെയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം അത്രേ എന്ന് വരേണ്ടതിന് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയും പ്രവൃത്തികൾ നിമിത്തമല്ല, നാം ഈ ലോകത്തിലേക്ക് ജനിക്കുന്നതിന് മുമ്പേ, നാം സകലവും എന്തെങ്കിലും ദൈവത്തിന് ചെയ്തു കൊടുക്കുന്നതിന് മുമ്പേ, നാം എന്തെങ്കിലും ആകുന്നതിന് മുമ്പേ എല്ലാം ദൈവം ഈ നമ്മയൊക്കെയും തിരഞ്ഞെടുപ്പാനുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കി. ആ ദൈവത്തിന്റെ നിത്യതയിലെ ആ പൂർത്തീകരിക്കപ്പെട്ട പദ്ധതിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ബാക്കി കാര്യങ്ങൾ